പ്രൈസ് ദി ലോർഡ്. ദൈവനാമ മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം മർക്കോസ് എഴുതിയ സുവിശേഷം 11 അധ്യായം 20-21 വാക്യങ്ങൾ. രാവിലെ അവർ കടന്നു പോരുമ്പോൾ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് കണ്ടു. അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു. റബി, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന് അവനോട് പറഞ്ഞു. നമ്മുടെ യേശുപ്പച്ചൻ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന് അത് പത്രോസിന് ഓർമ്മ വന്നു. എപ്പോഴാണ്? അതായത് ഈ 11 അധ്യായത്തിൻ്റെ 12 വാക്യം, 11-12 വാക്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാം. അവൻ യെരൂശലേമിൽ ദേവാലയത്തിലേക്ക് ചെന്ന് സകലവും ചുറ്റും നോക്കിയ ശേഷം നേരം വൈകിയതുകൊണ്ട് 12 കൂടെ ബഥാനിയിലേക്ക് പോയി. പിറ്റേന്നാൾ അവർ ബഥാനിയെ വിട്ടു പോരുമ്പോൾ അവന് വിശന്നു. അവൻ ഇലയുള്ള ഒരു അത്തിവൃക്ഷം ദൂരത്തു നിന്ന് കണ്ടു. അതിൽ വല്ലതും കണ്ടു കിട്ടുമോ എന്ന് വെച്ച് ചെന്നു. അതിനരികെ എത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാഞ്ഞു. അവൻ അതിനോട്, ഇനി നിങ്ങൾ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് അത് ശിഷ്യന്മാർ കേട്ടു. അപ്പോഴാണ് പത്രോസിന് ഓർമ്മ വന്നത്. ഹല്ലേലൂയ. പിന്നെ പിറ്റേന്നാൾ അതുവഴി പോകുമ്പോഴാണ് ഈ അത്തിവൃക്ഷം ഉണങ്ങി നിൽക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നത്. പ്രിയ മക്കളെ, പലപ്പോഴും നാം ഇപ്പോൾ ചിന്തിക്കും, നമ്മുടെ യേശുപ്പച്ചൻ ശപിക്കുമോ എന്ന്. ഹല്ലേലൂയ. നോക്കൂ, ഇവിടെ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. ഇലയെല്ലാം നന്നായിട്ട് വളർന്നു നിൽക്കുക. ചെന്ന് ദൂരത്ത് നിന്ന് കണ്ടപ്പോൾ നന്നായിട്ട് അടുത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് ഇലയല്ലാതെ അതിലൊരു ഫലവും കണ്ടില്ല എന്ന് മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ. യേശു അത്തിവൃക്ഷത്തെ ശപിച്ചു. എന്തുകൊണ്ടാണ്? അതിൻ്റെ നിലനിൽപ്പ് കണ്ടാൽ വളരെ ഫലം കായ്ച്ചു നിൽക്കുകയാണെന്ന് തോന്നും. അതായത് ഇലയൊക്കെ വളരെയധികം വളർന്നു നിൽക്കുന്നു. പ്രിയമക്ക, എന്നിട്ട് താഴെ പറയുന്നുണ്ട്, അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാഞ്ഞു. പ്രിയമക്കളെ, ഓരോന്നിൻ്റെയും ഓരോ സമയങ്ങളിലല്ലേ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത്. ഹല്ലേലൂയ. ഇത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാഞ്ഞിട്ടും നമ്മുടെ യേശുപ്പച്ചൻ അതിനെ ശപിച്ചു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നാം ഒരു കാര്യം ഓർക്കുക, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെയാണ്. പലപ്പോഴും മനുഷ്യര് പലരെ നോക്കിയിട്ട് പറയും, ഓ, അവനൊരു കുറവുമില്ല, അവൻ നന്നായിട്ട് ജീവിക്കുകയാണ്. പക്ഷേ അവനോട് അടുത്തു നോക്കുമ്പോൾ അറിയാം എന്താണെന്ന്. ഹല്ലേലൂയ. ഈ വിഷയം തന്നെ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലും കാണുവാൻ കഴിയുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 21-19 വാക്യം, 19 വാക്യം, 18 മുതലുള്ള വാക്യം നോക്കുമ്പോൾ, രാവിലെ അവൻ നഗരത്തിലേക്ക് മടങ്ങിപ്പോകുന്ന സമയം വിശന്നിട്ട് വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ടു. അടുക്ക ചെന്ന് അതിൽ ഇലയല്ലാതെ ഒന്നും കാണായ്ക്കാൽ ഇനി നിന്നിൽ ഒരു നാളും ഫലമുണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു. ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി. ഹല്ലേലൂയ. നോക്കൂ, ഇത് ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയെന്ന് മത്തായി എഴുതിയ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുമ്പോൾ, പിന്നീട് നമ്മൾ മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചത്, പിന്നീട് രാവിലെ അവർ കടന്നു പോകുമ്പോൾ അത്തിവൃക്ഷം വേരോട് ഉണങ്ങിപ്പോയത് കണ്ടു. ഹല്ലേലൂയ. പലപ്പോഴും പ്രിയ മക്കൾ, ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും. നമ്മൾ നോക്കുമ്പോൾ യാതൊരു കുറവുമില്ല. ഹല്ലേലൂയ. നോക്കൂ, ശിഷ്യന്മാർ അത് കണ്ടാറെ അത്തി ഇത്ര ക്ഷണത്തിൽ ഉണങ്ങിപ്പോയത് എങ്ങനെയെന്ന് പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ നോക്കുമ്പോൾ പിന്നീട് ഒരു കുറവ് വരുമ്പോഴാണ് മനസ്സിലാക്കുന്നത്, നേരത്തെ ഇവരെങ്ങനെയായിരുന്നു ജീവിച്ചത്, എങ്ങനെ ഇവർ നിലനിന്നു, ഇപ്പോൾ ഇവരുടെ സ്ഥിതി എങ്ങനെയായിപ്പോയെന്ന്. ഹല്ലേലൂയ. യേശുപ്പ ചെന്നിട്ട് പറയുകയാണ്, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായാൽ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യൂ എന്ന് മാത്രമല്ല, ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോകുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസക്കുറവ് മൂലം പലതും സാധിക്കാതെ വരുന്നു. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാൻ ഇടയായി തീരണം. ഹല്ലേലൂയ. ലൂക്കോസ് എഴുതിയ സുവിശേഷം നമ്മൾ നോക്കുമ്പോൾ, ഹല്ലേലൂയ, അത്തിയുടെ ഒരു ഉപമ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.
13-ാം അധ്യായം 6 മുതലുള്ള വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഒരുത്തന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ലതാനും. അവൻ തോട്ടക്കാരനോട്, ഞാനിപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ലതാനും. അതിനെ വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്ന എന്തിനെന്ന് പറഞ്ഞു. അതിന് അവൻ, കർത്താവേ, ഞാൻ അതിന് ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ. മേലാൽ കായ്ച്ചെങ്കിലോ, ഇല്ലെങ്കിൽ വെട്ടിക്കളയാം. പ്രിയമക്കളെ, ഇതുപോലെയാണ് യേശു അപ്പച്ചൻ കാണുമ്പോൾ നമ്മളെ വെട്ടിക്കളയേണ്ട പല അവസരങ്ങളും കടന്നു വന്നിട്ടും പിന്നെ നിൽക്കട്ടെ, നിന്നാൽ ഫലം കായ്ക്കട്ടെ, ഹാലേലൂയ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മളെ നിർത്തിയിരിക്കുകയാണ്. ഹാലേലൂയ, നമ്മളാലാവോളം ഫലം കായ്ക്കുവാനാണ് യേശു അപ്പച്ചൻ ഇഷ്ടപ്പെടുന്നത്, ആഗ്രഹിക്കുന്നത്. ഹാലേലൂയ. പ്രിയരെ, നമ്മുടെ കുറവുകൾ എന്താണെന്ന് നാം സമ്മതിക്കുന്നവരായിരിക്കണം. നാം ദൈവം മുമ്പാകെ വിശുദ്ധിയോടെ ജീവിക്കണം. ഹാലേലൂയ. ഇന്നെന്താണ്, വളരെ മെച്ചമായ രീതിയിലാണ് ഓരോ കാര്യങ്ങളും നമ്മുടെ നടത്തുന്നത്. ഹാലേലൂയ. ഒരു കുറവുമില്ല, മനുഷ്യർ നോക്കുമ്പോൾ ഒരു കുറവുമില്ല. ഹാലേലൂയ. ഈ ഇല നിൽക്കുന്നത് പോലെയാണ് നാം ഓരോരുത്തരും നിലനിൽക്കുന്നത്. അടുത്ത് വന്ന് അറിയുമ്പോഴാണ് നമ്മളിലുള്ള സ്വഭാവങ്ങൾ ഓരോന്നും, നമ്മുടെ കുറവുകൾ എന്താണ്, നമ്മളുടെ കുടുംബത്തിലെ കാര്യങ്ങൾ എന്താണെന്ന് കാണുവാൻ സാധിക്കുന്നത്. പ്രിയ മക്കളെ, തന്നെത്താൻ താഴ്ത്തുന്നവനാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. അവനെയാണ് കർത്താവപ്പച്ചൻ ഉയർത്തുന്നത്. ഹാലേലൂയ. ഉള്ളതുപോലെ നാം ജീവിക്കണം. ഹാലേലൂയ. എന്തിനാണ് കൂടുതലായിട്ട് കാണിക്കുന്നത്? ഈ ഇടതൂർന്ന് നിൽക്കുന്നത് കണ്ടിട്ടല്ലേ ഹാലേലൂയ അതിനെ ശപിക്കേണ്ടത് വന്നത്. ഹാലേലൂയ. നമ്മിൽ കഴിവുള്ളത് ചെയ്യുക. ഹാലേലൂയ. അവിടെ ദൈവിക അനുഗ്രഹം പ്രാപിപ്പാൻ ഇടയായി തീരും. ഹാലേലൂയ. ദൈവം നമ്മെ മാനിക്കും. പ്രിയ മക്കളെ, ഒരു ദൈവ പൈതലിന്റെ ജീവിതം എന്ന് പറയുന്നത് അവന്റെ പ്രവൃത്തിയിലൂടെയാണ് മറ്റുള്ളവർ മനസ്സിലാക്കേണ്ടത്. ഹാലേലൂയ. വെറുതെ അഭിനയിച്ച് കാണിക്കേണ്ടത് ഒന്നുമല്ല. ഹാലേലൂയ. ഇത് ഇല വളർന്നു നിന്നപ്പോഴാണ്. ഹാലേലൂയ. പലർക്കും ഇതുപോലെയാണ് തോന്നുന്നത്. അവർ നോക്കുമ്പോൾ യാതൊരു കുറവും കാണത്തില്ല. ഹാലേലൂയ. പ്രിയ മക്കളെ, നമ്മെ കാണുന്ന, നമ്മുടെ ഹാലേലൂയ ദൂരത്ത് നിന്ന് നമ്മെ ഗമനിക്കുന്ന അപ്പച്ചനാണ് നമ്മോട് കൂടെ ഉള്ളത്. ഹാലേലൂയ. മനുഷ്യന്റെ മുമ്പിൽ നമ്മൾ എത്രമാത്രം ഉയർന്നു കാണിച്ചാലും ഹാലേലൂയ അതിന്മേൽ ഒരു താഴ്ച ഉണ്ടാകും. പിന്നീട് നമ്മൾ ദുഃഖിക്കേണ്ടതായിട്ട് വരും. ഹാലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മൾ ഹാലേലൂയ ദൈവസന്നിധി താഴ്മയോട് ജീവിക്കുവാണോ, അവിടെ വിടുതൽ കിട്ടുവാൻ ഇടയായിത്തീരും. ഹാലേലൂയ. ഏത് രീതിയിലും ഒരു മനുഷ്യന് എങ്ങനെയും ജീവിച്ചു കാണിക്കുവാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഹാലേലൂയ ഭവിഷ്യത്ത് പിന്നീടാണ് നാം അനുഭവിക്കുന്നത്. ഹാലേലൂയ. വളരെ കഷ്ടതകളെ, പ്രയാസങ്ങളെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ക്രിസ്തീയ ജീവിതം പ്രവർത്തിച്ച് കാണിക്കുവാനുള്ളതാണ്. പ്രിയ മക്കളെ, ഇന്നെല്ലാം എന്താണ്? അഭിനയമാണ്. വെറും ഒരു അഭിനയമായിട്ടാണ് എല്ലായിടത്തും. ഒന്നും ആർക്കും തിരിച്ചറിയുവാൻ കഴിയാത്ത വിധം ആത്മീയ തലമല്ല മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഹാലേലൂയ. ഇന്നൊന്ന് ഒരു കാര്യം നാം ദൈവസന്നിധി ഉറപ്പിക്കണം. ദൈവമേ, എൻ്റെ കുറവുകൾ ക്ഷമിക്കണമേ. കർത്താവിനായിട്ട് ആത്മാർത്ഥമായി ജീവിക്കുവാൻ എനിക്ക് കഴിയണം. ഹാലേലൂയ. ഇങ്ങനെ പറയുന്നവരാണ് യേശുവിന് ആവശ്യം. പ്രിയ മക്കളെ, അവരുടെ പേരാണ് ജീവപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നത്. ഹാലേലൂയ. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം 20:15 എഴുതിയിട്ടുണ്ട്, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഹാലേലൂയ. ഇന്ന് നമുക്ക് ഇവിടൊക്കെ നമുക്ക് ഹാലേലൂയ നന്നായിട്ട് ജീവിച്ചൊക്കെ കാണിക്കാം. പക്ഷേ നമ്മുടെ അന്ത്യം എന്തായിത്തീരും? നാം അതൊന്ന് ചിന്തിച്ചു നോക്കണം. നമ്മുടെ കർത്താവിന് വേണ്ടി നാം എന്ത് ചെയ്തു എന്ന് നാം ഓർത്തു നോക്കണം. ഹാലേലൂയ. നോക്കൂ, ഈ അത്തിവൃക്ഷത്തെ പോലെ ഇല വളർന്നു നിൽക്കുവാനാണോ പ്രിയ മക്കളെ? ആ ഇല വളർന്നു നിന്നെങ്കിൽ അല്ലേ അത് ഫലവത്തുള്ളതാക്കി തീർക്കണം. ഹാലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫലമുള്ളവരായി തീരണം. പ്രിയ മക്കളെ, ദിവസങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. മേലാൽ കായ്ച്ചെങ്കിലോ, ഇല്ലെങ്കിൽ വെട്ടിക്കളയ. ഹാലേലൂയ. നമ്മെ വെട്ടിക്കളയാതെ നിർത്തിയിരിക്കുകയാണ്. ഫലം കായ്ക്കണം. അതുകൊണ്ടാണ് നമ്മളെ നിർത്തിയിരിക്കുന്നത്. നമ്മുടെ അപ്പച്ചൻ്റെ ആഗ്രഹവും അതാണ്. നമ്മൾ ഓരോരുത്തരും ഫലം കായ്ക്കണം. നമുക്ക് യേശു അപ്പച്ചൻ്റെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവെ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെയും ഹൃദയങ്ങളെ അറിയുന്നത് കർത്താവാണ്. ഹാലേലൂയ. വെറുതെ ഹാലേലൂയ
ജീവിച്ചിവിടെ കാണിച്ചതുകൊണ്ട് ഒരു ഫലവുമില്ല. പ്രവൃത്തിയിലൂടെ എൻ്റെ അപ്പച്ചനെ ഒന്ന് കാണിക്കുവാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുവാൻ ഓരോ മക്കളെ ഇടയാക്കണമേ. അപ്പ അങ്ങ് ഞങ്ങളെ വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. വെട്ടിക്കളയാതെ ഇനിയും ഫലം കായ്ക്കും, ഇനിയും ഫലം കായ്ക്കുമെന്ന് പറഞ്ഞ് വെച്ചിരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾ ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരുവാൻ ദൈവം സഹായിക്കണമേ. അങ്ങയുടെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നപ്പ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രപ്പ. പ്രൈസ്